നമസ്കാരം കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഓക്കെ, ഇന്ന് നമുക്ക് പുതിയൊരു പാഠത്തിലേക്ക് കിടക്കാം. പിതാക്ക പ്രായശ്ചിത്തം. എന്തോ നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ വന്ന ക്ലാസ്സുകളിൽ ഒരുപാട് ആളുകൾക്ക് എന്തോ പ്രയാസമൊക്കെ പറഞ്ഞു. പ്രയാസങ്ങൾ ഒക്കെ ദൂരീകരിച്ച് വേർഡ് മീനിങ്സ് ഒക്കെ മലയാളത്തിലൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലളിതമായിട്ട് പറഞ്ഞു തരികയാണ്. ഓക്കെ, പിതാക്ക പ്രായശ്ചിത്തം. തുടക്കത്തിൽ ഞാൻ പറയാം, പ്രായശ്ചിത്ത് എന്നുള്ളതിൻ്റെ തൊട്ടു മുമ്പത്തെ അക്ഷരം ക എന്നാണ്. എന്തുകൊണ്ട് അവിടെ കി എന്ന് എഴുതിയില്ല, എന്തുകൊണ്ട് അവിടെ കെ എന്ന് എഴുതിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അവിടെ തന്നെ ഒരു ഗ്രാമർ ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. പ്രായശ്ചിത്ത് എന്നുള്ളത് പുല്ലിംഗ പദമായതുകൊണ്ടാണ് അതിൻ്റെ തൊട്ടു മുമ്പ് ക എന്ന് വന്നത്. ഓക്കെ, ഇനി പ്രായശ്ചിത്ത് എന്നുള്ളത് സ്ത്രീലിംഗ പദമായിരുന്നു എങ്കിൽ എന്തായിരിക്കും അവിടെ വരിക? കി എന്നാണ് അവിടെ വരിക. റൈറ്റ്. അതേസമയം ഈ ക എന്നുള്ളതിന്റെ മുമ്പ് നോക്കൂ, പിതാവ് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ? ഓക്കെ, അത് പുല്ലിംഗമാണ്, സംശയമൊന്നുമില്ല. പിതാവ് പുരുഷനാണല്ലോ. ഇനി ഇവിടെ മാതാ എന്നാണ് വിചാരിക്കുക, സ്ത്രീലിംഗമാണ് മാതാവ്. അപ്പോഴും പ്രായശ്ചിത്തം എന്നുള്ളത് പുല്ലിംഗ പദമായതുകൊണ്ട് ക പ്രായശ്ചിത്തം തന്നെ പറയാം. മാതാ ക പ്രായശ്ചിത്തം എന്നാണ് പറയാ. അപ്പൊ പിതാക്ക പ്രായശ്ചിത്തം. അപ്പൊ പ്രായശ്ചിത്ത് എന്നുള്ളത് പുല്ലിംഗ പദമായതുകൊണ്ട് ഇവിടെ പിതാക്ക പ്രായശ്ചിത്തം. ഓക്കെ, ഇത് ഒരു സംസ്മരണാണ്. സംസ്മരണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഓർമ്മക്കുറിപ്പ്. എന്താണ് ഓർമ്മക്കുറിപ്പ്? പണ്ട് കാലത്ത് നടന്നൊരു സംഭവം, അതിന്റെ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം കൊണ്ട് അത് നമുക്ക് പിന്നീട് ഓർമ്മ വരുമ്പോൾ അത് എഴുതി വെക്കുന്നത്, അതാണ് ഓർമ്മക്കുറിപ്പ്. അതിന് ഹിന്ദിയിൽ പറയുന്നത് സംസ്മരൺ എന്നാണ് പറയാ. ഇത് എഴുതിയ ആളാരാ നോക്കൂ. സോറി, ഇത് എഴുതിയത് ആരാ നോക്കൂ. ആരാണ്? അരുൺ ഗാന്ധിയാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അരുൺ ഗാന്ധിനെ പറ്റി? ആരാ? ഓക്കെ, മണിലാൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെ പറ്റി കേട്ടിട്ടുണ്ടോ? അരുൺ ഗാന്ധിയുടെ അച്ഛനാണ് മണിലാൽ ഗാന്ധി. ഈ മണിലാൽ ഗാന്ധിയുടെ അച്ഛന്റെ പേര് നിങ്ങൾക്ക് അറിയോ? എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് അല്ലേ? ആരായിരിക്കും? അത് തന്നെ, അതന്നെ നിങ്ങളിപ്പോ പറഞ്ഞത്. ഓക്കെ, അപ്പം അരുൺ ഗാന്ധി എഴുതിയ ഒരു ഭാഗം, ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു ഓർമ്മക്കുറിപ്പ് അനുവാദ് കർണ പറഞ്ഞ ട്രാൻസ്ലേറ്റ് പിന്നെ തർജ്ജമ ചെയ്യുക എന്നാണ്. അരവിന്ദ് ഗുപ്തയാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹെഡിങ് ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിൽ പറയുന്നതെന്ന് നോക്കാം. ഇതാ, പിതാക്ക പ്രായശ്ചിത്ത്, സംസ്മരൺ, അരുൺ ഗാന്ധി, അനുവാദ് അരവിന്ദ് ഗുപ്ത. നോക്കാം ഇനി എന്താണ് ഈ പാഠത്തിൽ പറയുന്നത് നോക്കാം. അത് ഞാനൊരു പാരഗ്രാഫ് വായിക്കാം. उस समय मैं 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका में दर्बन से करीब 18 मील दूर एक आश्रम में रहता था. आश्रम को मेरे दादाजी महात्मा गांधी ने स्थापित किया था. आश्रम दूर दराज के इलाके में था. वहाँ दूर दूर तक बस गन्ने के खेत थे. शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतज़ार में रहते थे. हम शहर जाने के हर मौके की तलाश में रहते, जिससे हम अपने मित्रों से मिल सकें और साथ ही वहाँ के सिनेमा घर में फिल्में देख सकें. നോക്കൂ, വായിച്ചു കേട്ടല്ലോ അല്ലേ? ഇതില് ഹിന്ദിക്കുള്ള ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം.
നന്നായിട്ട് മലയാളം പറയാൻ അറിയുന്ന ആളുകൾ ഹിന്ദി പറയാൻ കിട്ടും. അതുപോലെ ഈ ഹിന്ദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹിന്ദി ഒരു സ്വതന്ത്ര ഭാഷയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നിയമപ്രകാരം പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയോ? സംസ്കൃതത്തിൽ നിന്ന് ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട്, ഇംഗ്ലീഷിൽ നിന്ന് ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട്, പിന്നെ ഉറുദുവിൽ നിന്ന്, അറബിയിൽ നിന്ന്, ഫാർസിയിൽ നിന്ന്, അങ്ങനെ ഒരുപാട് ഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളുണ്ട്. അപ്പോൾ മലയാളം പറയുന്ന നമ്മൾക്ക് സംസ്കൃത പദങ്ങൾ ഒരുപാട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളം പറയുന്ന കുട്ടികൾക്ക് ഹിന്ദി അറിയാൻ പറ്റും. നോക്കൂ, ഒരു ചെറിയ ഉദാഹരണം. ഉസ് സമയം കേട്ടോ, ഉസ് സമയം ആദ്യം തന്നെ സമയം മലയാളല്ലേ, സമയം. മേ 16 बरस का था, बरस വർഷം. उस समय मैं 16 बरस का था. അന്ന് എനിക്ക് പ്രായം 16 വയസ്സ്. ഓർമ്മക്കുറിപ്പ് എഴുതുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകതയാണ്, ശ്രദ്ധിക്കുക. എന്നോ പണ്ട് നടന്നൊരു സംഭവമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്, ഓർത്തെടുത്ത് പറയുകയാണ് അല്ലെ. അപ്പൊ അന്ന് എനിക്ക് 16 വയസ്സ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ അങ്ങനെയാണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ ഇപ്പൊ 13 വയസ്സ് പ്രായമല്ലേ, നിങ്ങൾ നല്ല ഒരു ടീനേജിലേക്ക്, മധുരമുള്ള ഒരു സമയത്തേക്ക്, മധുരമുള്ള സ്വപ്നങ്ങൾ, മധുരമുള്ള ചിന്തകൾ, പിന്നെ നല്ല ശുഭപ്രതീക്ഷയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരു സമയമാണ്. ഞാൻ വലുതായി കഴിഞ്ഞാൽ വലിയ IPS ഓഫീസറാവും, ഞാൻ കളക്ടറാവും, ഞാൻ പോലീസ് ഓഫീസറാവും, ഞാൻ അധ്യാപകനാവും, ഞാൻ ഡോക്ടറാവും, ഞാൻ എഞ്ചിനീയറാവും. അങ്ങനെയൊക്കെ സുഖമുള്ള, സന്തോഷം നൽകുന്ന ഭാവിയെക്കുറിച്ച് സുന്ദര സ്വപ്നങ്ങൾ കാണുന്ന ഒരു സമയമാണ് അല്ലേ. ഓക്കെ, ഈ കാലത്ത് അല്ലെങ്കിൽ പണ്ട് കാലത്തുണ്ടായ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കൂ നിങ്ങൾ. അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു പാരഗ്രാഫ് മലയാളത്തിൽ ഒന്ന് എഴുതിയിട്ട് ആ ഓർമ്മ കുറിപ്പായിട്ട് ഒറ്റ പാരഗ്രാഫ് മതി, നമുക്കത് ഹിന്ദിയിലേക്ക് ആക്കാം. ഓക്കെ, റൈറ്റ്. उस समय मैं 16 बरस का था. അന്ന് എനിക്ക് വയസ്സ് 16. और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. ഞാൻ എവിടെ താമസിക്കുന്നറിയോ? മാതാപിതാക്കെ സാത്ത്. മാതാപിതാ മലയാളമല്ലേ, മാതാവും പിതാവും. ഞാൻ മാതാപിതാക്കളോടൊപ്പം ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും 18 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. ആശ്രമ को मेरे दादाजी महात्मा गांधी ने स्थापित किया था. ആ ആശ്രമം സ്ഥാപിച്ചത് എൻ്റെ മുത്തശ്ശനായ മഹാത്മാഗാന്ധിയാണ്. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇവിടെ കിട്ടിയില്ലേ? ആരാണ് പിന്നെ മണിലാൽ ഗാന്ധിയുടെ അച്ഛൻ എന്നൊക്കെ ചോദിച്ചില്ലേ? ഓക്കെ. ആശ്രം ദൂർ ദരാജ് കെ ഇലാഖെ മേ ഥാ. ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് ഈ ആശ്രമം സ്ഥിതി ചെയ്തിരുന്നത്. വഹാ ദൂർ ദൂർ തക് ബസ് ഗന്നെ കെ ഖേത് ഥേ. അവിടെ വളരെ ദൂരം കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഗന്നയ്ക്ക് ഖേത്ത്, കരിമ്പ് കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്. ഖേത്ത് പറഞ്ഞാൽ കൃഷി, വയല്. ഖേത്തി കൃഷി, ഖേത്ത് വയൽ. അവിടെ കരിമ്പ് വയലായിരുന്നു ഉണ്ടായിരുന്നത്. शहर से बहुत दूर रहने के कारण वहां हमारे कोई पड़ोसी नहीं थे. ഇനി പട്ടണത്തിൽ നിന്ന് ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പടോസി പറഞ്ഞാൽ അറിയോ, അയൽവാസികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. इसलिए मैं और मेरे 2 बहनें हमेशा शहर जाने के इंतजार में रहते थे. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ 2 സഹോദരിമാരും നോക്കുക, മേരി 2 बहनें हमेशा शहर जाने के इंतजार में रहते थे. എപ്പോഴും പട്ടണത്തിൽ പോകാനുള്ള അവസരം കാത്തു നിൽക്കുകയായിരുന്നു. അവിടെ ഒരു ചെറിയ പോയിന്റ് നോക്കൂ. इसलिए मैं और मेरी 2 बहनें നോക്കുക, മേരി 2 ബഹനേം. ബഹൻ എന്നുള്ളതാണ് എന്താണ് വേർഡ്, എന്താ മീനിങ്, എന്താണ് ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി. ഓക്കെ, സിസ്റ്റർ. ബഹനേം എന്ന് പറഞ്ഞാൽ സിസ്റ്റേഴ്സ്, 2 സഹോദരിമാർ. അപ്പോൾ 2 ബഹനേം, 2 സഹോദരിമാർ. അപ്പൊ 2 സഹോദരിമാർ സ്ത്രീലിംഗമാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് വന്ന വാക്ക് നോക്കും, മേരി.
അപ്പം മേരി ദോ ബഹനേം, അവിടെ മേരി എന്ന് വരാൻ കാരണം എന്താണ്? മേം പ്ലസ് കീ ആണ് മേരി അല്ലെ. അത് പിന്നെ സർവനാമം പ്രത്യേകമൊക്കെ പഠിപ്പിക്കുമ്പോൾ പഠിക്കാം. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, പ്ലസ് കീ മേരി. ദോ ബഹനേം, രണ്ട് സഹോദരിമാർ. ഹമേഷ ഷഹർ ജാനേക്ക് ഇന്തിസാർ മേ രഹത്തെ थे, എപ്പോഴും പട്ടണത്തിൽ പോകാനുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കും. എന്തിനാന്നറിയോ? നമ്മളെയൊക്കെ പോലെ തന്നെയാണ് അവരും. हम शहर जाने के हर मौके की तलाश में रहते, जिससे हम अपने मित्रों से मिल सके और साथ ही वहां के सिनेमा घर में फिल्म देख सके. എന്താണ് പറഞ്ഞത് മനസ്സിലായോ? ഹം ഷഹർ ജാനേക്ക് ഹർ മൗക്കേക്ക്, ഞങ്ങൾ പട്ടണത്തിൽ പോകാനുള്ള ഓരോ അവസരങ്ങളും, മൗക്ക എന്നാൽ അവസരം, അത് മോക്ക എന്നാണ് വായിക്കേണ്ടത്, മൗക്ക എന്ന് എഴുതിയാലും മൊക്ക. ഹർ മൗക്കേക്ക് തലാഷ് മേ രഹത്തെ, ഓരോ അവസരവും ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തും, എന്തെങ്കിലും പറഞ്ഞൊരു അവസരം ഉണ്ടാവും. ജിസേ ഹം അപ്പനെ മിത്രോं से मिल सके और साथ ही वहां के सिनेमा घर में फिल्म देख सके. എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ സുഹൃത്തുക്കൾ, സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തുക്കളൊക്കെ താമസിക്കുന്നത് പട്ടണത്തിലാണ്. അപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, പട്ടണത്തിൽ പോയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കളെ കാണാം, കൂടെ തന്നെ അവിടെ സിനിമാ ഘർ ഉണ്ട്, സിനിമാ തിയേറ്റർ ഉണ്ട്, അവിടെ പോയിട്ട് ഒരു ഫിലിമും കാണാം. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇപ്പൊ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ടൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. उनके वहां पूरे दिन की एक मीटिंग थी. मुझे ऐसी ही मौके की तलाश थी. क्योंकि मैं शहर जा रहा था, माँ ने मुझे सामान लाने की एक लंबी लिस्ट थमा दी. शहर में मुझे पूरा दिन बिताना था, इसलिए पिताजी ने मुझसे वहां कई बकाया कामों को पूरा करने को कहा. इसमें कार की सर्विसिंग भी शामिल थी. എന്താ പറയുക നോക്കൂ. एक दिन पिताजी ने मुझसे कहा. അങ്ങനെ ഞങ്ങളുടെ സ്വഭാവം മനസ്സിലായല്ലോ. ഞാനും രണ്ട് സഹോദരിമാരും എപ്പോഴും ടൗണിൽ പോകാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. ഒരു അവസരം കിട്ടിയാൽ ടൗണിൽ പോകണം. ടൗണിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളെ കാണാം, പിന്നെ സിനിമ കാണാം, അങ്ങനെ കുറെ ഐസ്ക്രീം ഒക്കെ കഴിക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ കുറെ തരികിടയൊക്കെ ഒപ്പിക്കാം. ഏതായാലും ഏക് ദിൻ പിതാജിനെ മുझसे കഹാ, ഒരു ദിവസം രാവിലെ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു. നമ്മുടെയൊക്കെ അച്ഛന്മാരെന്താ പറയാ, നമ്മുടെ അമ്മമാരും അച്ഛന്മാരും രാവിലെ എണീറ്റാൽ എണീക്കട അവിടുന്ന്, നേരെ എത്രയായി, പഠിക്കാനൊന്നുമില്ലേ, ഇപ്പൊ പഠിക്കാനല്ലേ, സ്കൂളിൽ പോകാനല്ലേ എന്നൊന്നും ചോദിക്കാല്ല. ഇപ്പൊ ചാനലിൽ പിന്നെ ക്ലാസ് വരുമ്പോൾ നമുക്ക് ഞെട്ടിക്കും അല്ലേ. ഓക്കെ, ഇവിടെ അതൊന്നുമല്ല പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയോ? ഏക് ദിനം പിതാജിനെ മുझसे കഹാ, എന്നോട് രാവിലെ തന്നെ അച്ഛൻ വന്ന് പറഞ്ഞു. മേ ഉനെ കാർ സെ ഷഹർ ലേ ജാഊ, നീ എന്നെ ഒന്ന് കാറില് ടൗണിൽ കൊണ്ടാക്കണം. നോക്കൂ, 16 വയസ്സുള്ള കുട്ടീനോടാണ് കാറില് ടൗണിൽ കൊണ്ടാക്കണം എന്ന് അച്ഛൻ പറയുന്നത്. ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താ? 15-16 വയസ്സെന്ന് പറഞ്ഞാല് നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലെവലായി ത്രില്ലടിച്ച് നിൽക്കുന്ന സമയമാണ്. ആര് വണ്ടി ഏൽപ്പിച്ചാലും നമ്മളത് വിമാനം പോലെ പറത്തും അല്ലേ. റോട്ടും കൂടെ എല്ലാം പോകണം നമ്മൾ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഈ അച്ഛൻ വന്ന് പറഞ്ഞത്. അതും അച്ഛനും അമ്മയും കാണാതെ നമ്മളൊക്കെ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേഷൻ പരിധിയിലൊക്കെയാണ് ഈ പോലീസും പിടിക്കും. ഇതിപ്പോ അവിടുത്തെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ലൈസൻസിന്റെ പ്രായം എത്രയാന്നുള്ളത് നമുക്കറിയില്ല, അത് പോട്ടെ. നോക്കൂ, അച്ഛൻ പറഞ്ഞു രാവിലെ തന്നെ ഒന്ന് ടൗണിൽ കൊണ്ടാക്കണം. എനിക്ക് വഹാം പൂരേ ദിൻ കി എക് മീറ്റിംഗ് ഥി, ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തിന് അവിടെ മീറ്റിംഗ് ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മീറ്റിംഗ് ആണ്, അതുകൊണ്ട് എന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. മുझे ऐसी ही मौके की तलाश थी. ഞാനും അങ്ങനത്തെ ഒരു അവസരം കാത്തിരിക്കുക. കാരണം എന്താ, ടൗണിൽ പോവാം, ഒന്ന് കാർ ഡ്രൈവ് ചെയ്യാം അല്ലേ, അങ്ങനെ രണ്ട് ചാൻസ്. ക്യോങ്കി മേ ഷഹർ ജാ രഹാ ഥാ, മാനെ ഏതായാലും നീ ടൗണിലേക്ക് പോകല്ലേ. അമ്മ എന്ത് ചെയ്തു പറയാ, മുझे സാമാൻ ലേനെ കി ഏക് ലംബി ലിസ്റ്റ് थमा दी. കുറെ സാധനങ്ങൾ വായിക്കും. എന്തായാലും നീ ടൗണിൽ പോകല്ലേ, പിന്നെ വൈകുന്നേരം വരെ അച്ഛൻ അവിടെ മീറ്റിംഗും ഉണ്ട്, അപ്പൊ നീ ഫുൾ ഫ്രീ ആവില്ലേ, അതുകൊണ്ട്
കുറേ സാധനം വാങ്ങിക്കണം, സാമാൻ ലാനേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ലിസ്റ്റ് ഉണ്ടാക്കി തന്നു. ലംബി ലിസ്റ്റ് പറഞ്ഞാൽ വലിയ നീളമുള്ള ലിസ്റ്റ് വരും. शहर में मुझे पूरा दिन बिताना था. എനിക്ക് ആ പട്ടണത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെലവഴിക്കണം. इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा. അതുകൊണ്ട് തന്നെ അച്ഛനും എന്ത് ചെയ്തു, അമ്മ കുറേ സാധനം വാങ്ങാനുള്ള ലിസ്റ്റ് തന്നു. പിന്നെ അച്ഛനും പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കേണ്ടതല്ലേ, കുറേ കാര്യങ്ങൾ നീ ചെയ്യണം. എന്തൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുക? നീ ആ ബാങ്കിൽ പോയിട്ട് ഇത്ര പൈസ അടയ്ക്കണം, അതുപോലെ എന്താ കറണ്ട് ബില്ല് അടയ്ക്കണം, പിന്നെ അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ കൈ ബക്കായ കാമോക്കോ പൂരാ കർണേക്കോ കഹ, ഒരുപാട് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഇസ്മേ കാർ കി സർവീസിംഗ് ബി ഷാമിൽ തി. ആ കൂട്ടത്തില് കാറും കൂടി ഒന്ന് സർവീസ് ചെയ്യണം എന്ന് പറഞ്ഞു. കാർ സർവീസ് ചെയ്യാൻ കഴുകല്ല, പിന്നെ അതിന് വരുന്ന റിപ്പയറിങ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുക, കഴുകി തുടച്ച് ലെവലാക്കുക, അങ്ങനെ കുറേ വർക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ കാറിന്റെ സർവീസിങ് കൂടി അതിൽ കൂടെ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. बताए गए कामों को फटाफट निपटाने के बाद मैं छठ से सिनेमा घर में घुस गया. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा, और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. मैं झटपट गैरेज पहुंचा. वहां से कार लेकर जब पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. पिताजी बेसब्री से मेरा इंतजार कर रहे थे. എന്തെല്ലാം കാര്യങ്ങൾ ഏൽപ്പിച്ചു, അവസാനം കാർ കൂടി സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. मैंने पिताजी को मीटिंग की जगह पर छोड़ा. ഞാൻ എന്ത് ചെയ്തു, അച്ഛനെ കൊണ്ടായിട്ട് മീറ്റിംഗിന്റെ സ്ഥലത്ത് കൊണ്ടാക്കി. तो उन्होंने मुझसे 5 बजे वहीं आ जाने को कहा. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം 5 മണിയാകുമ്പോൾ ഇവിടെ വരണം, എന്റെ മീറ്റിംഗ് തീർന്നിട്ട് ഞാൻ അവിടെ നിൽക്കുന്നതാണ്. बताए गए कामों को फटाफट निपटाने के बाद मैं छठ से सिनेमा घर घुस गया. അങ്ങനെ അച്ഛനെ ഏൽപ്പിച്ച ജോലികളൊക്കെ ഫട്ടാഫട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വേഗതയിൽ, ഫട്ടാഫട്ട് നമ്മൾ പടപടാന്ന് പറഞ്ഞ് തീർക്കുക എന്ന് പറയില്ല, അതുപോലെ ഫട്ടാഫട്ട് നിപ്ടാനെ കെ ബാദ് മേ ഛട്ട് സേ സിനിമ ഘർ ഘുസ് ഗയ. ഞാൻ ഓടിപ്പോയി സിനിമ തിയേറ്ററിലേക്ക് കയറി. ഏത് സിനിമയാണ് അവിടെ നടക്കുന്നതെന്ന് അറിയില്ല, എന്തായാലും സിനിമയ്ക്ക് പോകണം ടൗണിൽ വന്നാൽ, അതുകൊണ്ട് സിനിമയ്ക്ക് ഓടിയാണ് കയറി. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का कुछ बिल्कुल ध्यान नहीं रहा. അവിടെ ജോൺ ബെൻ എന്ന് പറയുന്ന നടന്റെ ഒരു അടിപൊളി സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ കണ്ട് സമയം പോയതാവുന്നില്ല. ബിൽക്കുൽ ധ്യാൻ നഹി രഹ, തീരെ അതിനെക്കുറിച്ച് ഓർമ്മയെ ഉണ്ടായില്ല. और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. ഓർമ്മ വന്ന് ഞാൻ നോക്കിയപ്പോണ്ട്, വാച്ചിലേക്ക് നോക്കിയപ്പോൾ സമയം 5:30 മണി. ആകെ പ്രശ്നമാവില്ലേ? അച്ഛൻ എത്ര മണിക്ക് എത്താനാ പറഞ്ഞേ? എത്ര മണിക്കാ? 5 മണിക്ക് എത്താൻ പറഞ്ഞതാ. നോക്കൂ, 5:30 ഇപ്പൊ തന്നെയായി. मैं झटपट गैरेज पहुंचा. ഞാൻ ഓടി ഗാരേജിലേക്ക് എത്തി. वहां से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. ഞാൻ അവിടുന്ന് കാറും കൊണ്ട് മാക്സിമം സ്പീഡിൽ ഓടിച്ച് അവിടെ എത്തി. പക്ഷെ അച്ഛൻ്റെ അടുത്തെത്തിയപ്പോഴേക്ക് 6 മണിയായി കഴിഞ്ഞു. പിതാജി ബേസബ്രി സേ മേരാ ഇന്തസാർ കർ രഹേ ഥേ. അച്ഛനാണെങ്കിൽ ബേസബ്രി പറഞ്ഞാല് ഒരു ക്ഷമയില്ലാതെ, അക്ഷമനായിട്ട്, ബേസബ്രി കേട്ടോ, സബൂറാക്ക എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ക്ഷമിക്കുക എന്നുള്ളതിന് എല്ലാവരും ഈ നാടൻ പ്രയോഗമുണ്ട്, സബൂറായി കളയുന്നു അല്ലേ. അതുപോലെ ബേസബ്രി, സബ്രില്ലാതെ അഥവാ എന്താ പറയാ, ക്ഷമയില്ലാതെ അക്ഷമനായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ്ടായിരുന്നു അച്ഛൻ മകനെ കാണാത്തതുകൊണ്ട് അല്ലേ. അങ്ങനെ അച്ഛൻ്റെ അടുത്തെത്തി. ഇനി എന്താണ്ടായത്? उन्होंने उत्सुकतापूर्वक पूछा, तुम लेट क्यों हो गए? उन्हें बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था, इसलिए
मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहाँ देर होगी. നമ്മളൊക്കെ ചെയ്യുന്ന പണി തന്നെ. ഇയാളെന്ത് ചെയ്തു? അരുൺ ഗാന്ധി എന്ത് ചെയ്തു? ഒരു ചെറിയ ഒരു കളവ് അങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഉന്നനെ ഉത്സുകതാപൂർവ്വം കുശ അച്ഛനിങ്ങനെ അക്ഷമനായി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് 6 മണിയായപ്പോൾ കയറി ചെന്നത്. അധികം ലേറ്റ് ആയോ? ഇല്ല, ഒരു 60 മിനിറ്റേ ലേറ്റ് ആയിട്ടുള്ളൂ അല്ലേ? അതിന് മാത്രം വലിയ പ്രശ്നമൊന്നുമില്ല. 5 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു, 5:60 എത്തി, 6 മണിയായപ്പോൾ എത്തി. ഉന്നനെ ഉത്സുകതാപൂർവ്വം കുശ വളരെ പിന്നെ എന്താ പറയാ, ഔത്സുക്യത്തോടു കൂടി, ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിച്ചു, തും ലേറ്റ് ക്യോ ഹുയേ? എന്ത് പറ്റി മോനെ, എന്താ ലേറ്റ് ആയത്? അപ്പം എന്താ ഉണ്ടായി നോക്കൂ. उन्हें ये बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था. എനിക്ക് അച്ഛനോട് പറയാൻ ഭയങ്കര മടി, നാണം ഒക്കെ ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ ഞാൻ ജോൺ ബെന്നിൻ്റെ ഒരു സിനിമ കാണായിരുന്നു, പാശ്ചാത്യ സിനിമ കാണായിരുന്നു, ഒരു വെസ്റ്റേൺ ഫിലിം കാണുമായിരുന്നു എന്ന് പറയാൻ എനിക്കൊരു മടി, ലജ്ജ തോന്നി. इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहाँ देर होगी. എന്താ അച്ഛനോട് പറഞ്ഞാൽ മതി, സത്യത്തിൽ ഒരു സിനിമ കാണാൻ പോയിരുന്നു, പക്ഷേ ഇത് പറയാൻ പറ്റാത്ത സിനിമയായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ അച്ഛാ ജോൺ ബെൻ്റെ സിനിമ കാണായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പം അച്ഛൻ വിചാരിക്കില്ല, അയ്യേ ചെറിയ ചെക്കൻ 10-16 വയസ്സായിട്ടുള്ളൂ, ഇപ്പം തന്നെ പിന്നെ ആവശ്യമില്ലാത്ത സിനിമയൊക്കെ കാണാൻ പോകണ്ടോ എന്ന് ചിന്തിച്ചു പോകില്ലേ? അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, ഇദ്ദേഹം എന്ത് ചെയ്തു, കളവാണ് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? इसलिए मैंने कह दिया कि कार तैयार नहीं थी, കാർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അച്ഛാ, इसलिए मुझे वहाँ देर होगी, അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ലേറ്റ് ആയത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ നമുക്ക് എടുക്കാം. ബാക്കി ഭാഗം അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ പറയാം. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വെറുതെ മനസ്സിലായിട്ടുണ്ട് തലാട്ടിയിട്ട് നിൽക്കണ്ട. ഓക്കെ, ഇനി ബാക്കി ഭാഗം കൂടി നമ്മൾ കുറച്ചുകൂടി ലളിതമായിട്ടൊക്കെ പറഞ്ഞുതരാം. ഇനി ഹിന്ദിയിൽ കൂടുതൽ പറയണമെങ്കിൽ ഹിന്ദിയിൽ പറയാം കേട്ടോ, ഫുള്ള് ഹിന്ദിയിൽ പറയാം. അത് വേണോ ഇങ്ങനെ കുറച്ച് ലളിതമാക്കിയിട്ട് മലയാളം ഒക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ മതിയോ? നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണം. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ നിർബന്ധമായിട്ടും നോട്ട്സ് എഴുതണം. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ദിവസം 3 മിനിറ്റെങ്കിലും നിങ്ങൾ ഹിന്ദി വായിക്കണം. 3 മിനിറ്റ് വായിച്ചാൽ മതി, 4ാമത്തെ മിനിറ്റ് നിങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചോളൂ, ഒരു പ്രശ്നമില്ല. വായിക്കുന്നത് 3 മിനിറ്റ് മാത്രം മതി. പക്ഷേ ഡെയിലി വായിക്കണം. ഹിന്ദിയുള്ള ദിവസം മാത്രമൊന്നുമല്ല, എല്ലാ ദിവസവും, ആഴ്ചയിൽ 7 ദിവസവും നിങ്ങൾ 3 മിനിറ്റ് വീതം വായിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.